നമസ്കാരം. ബ്രിട്ടനിലെ ചെറുപ്പക്കാരായ കുറ്റവാളികൾക്കായുള്ള ജയിലുകളിൽ അവിടുത്തെ ജീവനക്കാർക്ക് നേരെ തടവ് പുള്ളികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ജയിലിലെ ഒരു ഉദ്യോഗസ്ഥനെ മുസ്ലിം മതത്തിലേക്ക് മതം മാറിയ ഒരു കുറ്റവാളി, ഇയാൾ 18കാരനാണ്, ഇയാൾ ആ ജയിൽ ഉദ്യോഗസ്ഥൻ്റെ ചെവി മുറിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് ചികിത്സയെ കഴിഞ്ഞ് മടങ്ങി ഇപ്പോൾ ജോലിയിൽ വീണ്ടും എത്തിയപ്പോൾ മറ്റൊരു തടവുകാരൻ അദ്ദേഹത്തെ കെറ്റിൽ കൊണ്ട്, അതായത് കാപ്പിയും മറ്റും തിളപ്പിക്കുന്ന കെറ്റിൽ കൊണ്ട് ഭീകരമായി മർദ്ദിച്ചിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് ക്ഷതമേറ്റു എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ഫെൽത്താം ജയിൽ ബ്രിട്ടനിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് കൂടുതലും ചെറുപ്പക്കാരായ കുറ്റവാളികളെയാണ്. ഇപ്പോൾ ജയിൽ ജീവനക്കാർ പറയുന്നത് തങ്ങളുടെ കയ്യിൽ പെപ്പർ സ്പ്രേയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരക്കാരെ നേരിടാമായിരുന്നു എന്നാണ്. ജയിൽ ജീവനക്കാർക്ക് ഇത്തരം തടവുകാരെ നേരിടുന്നതിനെ പെപ്പർ സ്പ്രേയും മറ്റും നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ആർക്കും തന്നെ ഇത് ഇനി ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ തടവുകാർ പലരും കൗമാരപ്രായത്തിലുള്ളവരാണെങ്കിൽ പോലും പലരും വലിയ ശാരീരിക ശേഷിയുള്ളവരാണ് എന്നാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ചിലരാകട്ടെ 6 അടിയിലധികം പൊക്കമുള്ളവർ കൂടിയാണ്. അപ്പോൾ അത്രയും ആരോഗ്യമുള്ള ആളുകൾ തങ്ങളെ മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ തങ്ങളിൽ പലരും ജയിലിനുള്ളിൽ തന്നെ കൊല്ലപ്പെടും എന്നുമാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ പരാതിപ്പെടുന്നത്. ഇതിനും കുറേ നാൾ മുമ്പ് മറ്റൊരു തടവ് പുള്ളി, ഇയാളൊരു ബോംബാക്രമണ കേസിലെ പ്രതിയുടെ സഹോദരൻ കൂടിയാണ്, ഇയാളും ഒരു വലിയ അക്രമിയാണ്. ഈ തടവ് പുള്ളി 3 ജയിൽ ജീവനക്കാരെ അയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ജയിൽ ജീവനക്കാർക്ക് നേരെ ഇങ്ങനെ ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ജീവനക്കാരും എത്തിയിരിക്കുന്നു. കൗമാരപ്രായക്കാരാണ്, ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് ഇവർക്ക് കുറച്ച് പരിഗണന നൽകണമെന്ന് കരുതിയാണ് ഇവർക്കായി പ്രത്യേക ജയിലുകൾ തീർത്തിട്ടുള്ളത്. പക്ഷേ ഈ ഫെൽത്താം ജയിലിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് ഈ കൗമാരപ്രായ കുറ്റവാളികൾ തങ്ങളുടെ കുറ്റത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങൾ ചെയ്യാൻ പോകുന്ന കുറ്റത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാതെ ജയിൽ ജീവനക്കാരെ അതിഭീകരമായി മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്മേൽ നടപടി വേണം എന്ന് ഇപ്പോൾ ജീവനക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ കെറ്റിൽ കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ ജീവനക്കാരന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹായമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും ധാർമ്മികമായോ അതല്ലെങ്കിൽ ഭൗതികമായോ തന്നെ ഒരു തരത്തിലുമുള്ള പിന്തുണ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്നുമാണ് ജയിൽ ജീവനക്കാർ പരാതിപ്പെടുന്നത്. തങ്ങൾക്ക് സർക്കാർ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ധാർമ്മിക പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ്. കുറേ നാൾ മുമ്പ് മറ്റൊരു തടവ് പുള്ളി ഇതേ ജയിലിൽ തിളച്ച എണ്ണ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമേൽ ഒഴിച്ചിരുന്നു. അയാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കൗമാര കുറ്റവാളികൾ ക്രൂരമായി അവിടെ അഴിഞ്ഞാടുന്ന ഈ ഒരു ജയിലിൽ തങ്ങൾ എങ്ങനെ ധൈര്യത്തോടുകൂടി ജോലി ചെയ്യും എന്നാണ് ഇപ്പോൾ ജീവനക്കാർ ചോദിക്കുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് തന്നെയാണ് അവരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പലപ്പോഴും ബ്രിട്ടൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ കൗമാരക്കാരായ കുറ്റവാളികളെ ഒരുപക്ഷെ അവർ പിന്നീട് നന്നായിക്കോളും എന്നുള്ള ധാരണയിൽ താമസിപ്പിക്കാനായി നിർമ്മിച്ചതാണ് ഇത്തരം ജയിലുകൾ. പക്ഷേ ഇവിടെയൊക്കെ തന്നെ സംഭവിക്കുന്നത് ഇവർ പലരും ഒരുപക്ഷെ മയക്കുമരുന്നിന് അടിമകളോ മറ്റോ ആയിരുന്ന വ്യക്തികളായിരുന്നിരിക്കാം. ഇവർ പലരും അക്രമാസക്തരാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ ഒന്ന് പറഞ്ഞ് രണ്ടിനെ ഇവർ ഭീകരമായി മർദ്ദിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെവി മുറിക്കുന്ന, തിളച്ച കെറ്റിലുപയോഗിച്ച് തലയ്ക്കടിക്കുന്ന രീതിയിലുള്ള ഭീകരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്.